ഈ ചില വീടുകളിൽ പറയും മക്കൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞാൽ ഇത് കർമ്മഫലമാണ്. അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത്. ഈ ഇരിക്കുന്ന മേശയും കസേരയും സാധനങ്ങളും എല്ലാം നമ്മുടെ കർമ്മഫലമാണെന്ന് പഠിച്ചപ്പോഴാണ് ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകുമെന്നും നല്ലതും ചീത്തയാണെന്ന് തിരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ കണ്ണില്ലാതെ ജനിക്കുക, കാലില്ലാതെ ജനിക്കുക, മറ്റ് വൈകല്യങ്ങളോടെ ജനിക്കുക. കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നതെന്ന് എത്ര ആലോചിച്ചാലും കിട്ടത്തില്ല. കാരണം അവർ പ്രവൃത്തി ചെയ്തു തുടങ്ങിയില്ലല്ലോ. അപ്പോൾ ഫലം അനുഭവിക്കേണ്ടി വരത്തില്ലേ. ആ ഫലം എവിടുന്ന് അനുഭവിക്കുന്നു എന്നുള്ള ഉത്തരം വന്നപ്പോഴാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാണ് ഇതിനു മുമ്പ് ഒരു ജന്മം വേണമെന്ന്. അങ്ങനെയാണ് ജന്മസിദ്ധാന്തം ഉണ്ടാക്കിയത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാട്ടിലൊക്കെ ഇരിക്കുന്നവനെല്ലാം താടിക്കും കയ്യിരുന്ന് എത്ര ആലോചിച്ചിട്ട് അത് കിട്ടിയില്ല, ജന്മസിദ്ധാന്തം കിട്ടിയില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് എന്താണ്? ആദിപാവം. അങ്ങനെയാണ് ക്രിസ്ത്യാനികളെല്ലാം പാവികളായിപ്പോയത്. ഈ രണ്ട് ഉത്തരമേ ഉള്ളൂ ലോകത്ത്. ഒരു ബന്ധമില്ലാതെ ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒരേ ഉത്തരം വരുത്തില്ലേ. അപ്പോൾ അങ്ങനെയല്ല, സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് ജനറ്റിക്സ് അറിഞ്ഞുകൂടാ ഈ രണ്ട് പാർട്ടിക്ക്. ഇത്രയേ ഉള്ളൂ. ജനറ്റിക്സ് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് വൈകല്യം ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മ്യൂട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് ഒരു വൈകല്യം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉത്തരം അറിയാം. ഈ ഉത്തരം പണ്ട് അറിഞ്ഞുകൂടാ. അന്ന് രണ്ട് മണ്ടക്കണയപ്പന്മാരുണ്ടാക്കിയതാണ്. അത് ഈ യേശുക്രിസ്തുവിൻ്റെ നാട്ടിലും ബുദ്ധൻ്റെ നാട്ടിലും രണ്ട് ഉത്തരമാണ് ഈ പറയുന്ന ജന്മസിദ്ധാന്തവും ഈ പാപവും. ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഈ ബൈബിളും ഖുറാനും ഒക്കെ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. കാശിന് കൊള്ളത്തില്ല. കാശിന് കൊള്ളത്തില്ലെന്ന് അത്രയാ പറയുന്നത്. ഇതല്ലേ പഠിപ്പിക്കുന്നേ? പാപികളെ ഉണ്ടാക്കുന്ന സാധനമല്ലേ അത്. ഇവിടെ ജന്മസിദ്ധാന്തം ഉണ്ടാക്കണ്ടേ? ബുദ്ധനൊക്കെ ഇരുന്ന് പറയണ്ടേ ജീവിതം ദുഃഖമാണ്, 8 വഴിയുണ്ട് രക്ഷപ്പെടാനെന്നൊക്കെ പഠിപ്പിക്കണ്ടേ? എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന് പഠിപ്പിക്കണ്ടേ? അവിടെ സ്വർഗത്തിൽ പോയിട്ട് വേണ്ടേ രക്ഷപ്പെടാൻ. ഇവിടെ വെറുതെ കിടന്ന് നമ്മളിവിടെ ഇങ്ങനെ പരീക്ഷണശാലയിൽ കിടക്കുകയല്ലേ. ദൈവം പരീക്ഷിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതല്ലേ. ഇതൊക്കെ ഇങ്ങനത്തെ കഥകളൊക്കെ പഠിപ്പിക്കുന്നതല്ലാതെ ഈ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ. പണ്ട് കാലത്ത് പ്ലേഗ് വരുത്തിയ ദൈവമല്ലായിരുന്നു. അതിൻ്റെ കഥ അറിഞ്ഞുകൂടാ. അന്ന് മൈക്രോബ്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ നാട്ടുകാരന് വസൂരി വരുത്തുന്ന ആരായിരുന്നു? മാരിയമ്മ. അവർ തുള്ളിയായിരുന്നു അന്ന് മാറ്റിയിരുന്നു. ഇത് രണ്ടും വാക്സിൻ കണ്ടുപിടിച്ചോടെ ഈ 2 പേർക്കും തൊഴിൽ പോയെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ തൊഴിൽ പോയില്ലേ? ഇപ്പം കിടന്നുകൊണ്ട് പ്ലേഗ് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. വസൂരി വരുത്താൻ നോക്കിയാൽ നടക്കത്തില്ല. ഇന്ത്യക്കാർ ഇവിടുത്തെ ആ പെണ്ണുപിള്ള എന്താണ്? മാരിയമ്മ ഇപ്പോൾ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പോർട്ട്ഫോളിയോ ഇല്ല. അങ്ങനത്തെ ദൈവമല്ലേ. ഇതുപോലത്തെ ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കിയാണ് ഇതൊക്കെ പരിഹരിച്ചിരുന്നത്. ഈ മൈത്രേയൻ ജനിച്ച വീട്ടില് മൈത്രേയൻ്റെ അച്ഛനും അമ്മയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ദൈവം ഉണ്ടെന്നൊന്നും. കാരണം മൈത്രേയൻ പറയുന്ന ഓരോ വാക്കുകളിലും ഇത്രയും ഒരു അരോചകം തോന്നാൻ എന്തുവാ? അല്ലാതെ ദൈവത്തെ ഇപ്പൊ ഖുർആൻ ബൈബിളിനെ പറ്റി ദൈവത്തെ അതിനകത്ത് പഠിപ്പിക്കുന്ന മുഴുവനും താണ് വീണ് വണങ്ങി രാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സാധനങ്ങളായത്. മുകളിലൊരു ദൈവമുണ്ട്. ദൈവം കഴിഞ്ഞാൽ ഇരിക്കുന്ന ആരാ? കാണപ്പെട്ട ദൈവം. അതാരാ? രാജാവ്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഗുരുക്കന്മാർ, അതിനുശേഷം അച്ഛനും അമ്മയും. ഇങ്ങനെ മേല് കീഴ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സാധനമൊക്കെ എഴുതിയിട്ടുള്ളത്. അല്ല ഇയാൾ വിചാരിക്കുന്ന പോലെ ദൈവത്തിനെ ഉണ്ടാക്കിയതൊന്നുമല്ല. ദൈവത്തിനെ മനുഷ്യരുണ്ടാക്കിയതാണ്. എന്തിനാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞാൽ ഉമ്മാക്കിയെ കണ്ടുപിടിച്ച് കൊടുത്തതുപോലുള്ള ഉത്തരങ്ങളും അതിനെയാണ് വിശ്വാസങ്ങളെന്ന് പറയുന്നത്. അത് മതം ഉണ്ടാക്കിയതല്ല. അത് കൃത്യമായിട്ട് അറിയണം. വിശ്വാസങ്ങളൊന്നും മതം ഉണ്ടാക്കിയതല്ല. ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത സമയത്ത് മനുഷ്യർക്കുണ്ടായ തെറ്റിദ്ധാരണകളെയാണ് വിശ്വാസങ്ങളെന്ന് പറയുന്നത്. അതിനെ എല്ലാം എടുത്ത് കോർത്തിണക്കി ആളുകളെ നിയന്ത്രിക്കാനുണ്ടാക്കിയ സിസ്റ്റത്തിനെയാണ് മതം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഇപ്പം ഇവിടെ ഇരുന്ന് സന്തോഷമായിട്ടിരുന്ന് ഇരിക്കുന്നതിന് ഈ ബൈബിളോ ഖുറാനോ ഈ ഭഗവത്ഗീതയോ ഈ രാമായണോ മഹാഭാരതമോ ഒഡീസിയോ ഇലിയഡോ ഇത് ഒന്നും കാശിനുള്ളതില്ല. അതെന്തിനു കൊള്ളാം? പണ്ടുള്ളവന്മാരെ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എന്നുള്ള ചരിത്ര പുസ്തകം പോലെ വായിക്കാം. വേറെ ഒന്നിനും കൊള്ളത്തില്ല. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനവും മേല് കീഴ് ആളുകളെ ഉപയോഗിക്കാനല്ലാതെ നമ്മൾ രണ്ടുപേരും തുല്യരായിരിക്കാൻ അതിനകത്തൊന്നും ഒരു വരി കിട്ടത്തില്ല. പരസ്പരം സ്നേഹിപ്പിക്കാൻ പറയുന്നില്ല അതിൻ്റെ അത്. പരസ്പരം സ്നേഹിക്കുന്ന പറഞ്ഞാൽ കീഴടക്കിയുള്ള സ്നേഹങ്ങളെ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ എന്താണ് മറ്റേ പേഗന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്. അപ്പോൾ എല്ലാവരെയും ഉണ്ടാക്കിയപ്പോൾ ഇത് മറന്നുപോയോ? എല്ലാവർക്കും വേണ്ടി ചത്തല്ലേ യേശുക്രിസ്തു? പാവികൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. അപ്പോൾ ഞാൻ പാവിയല്ല, അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി പിന്നെ ചാകേണ്ട കാര്യമില്ല. അതവിടെ ഇരിക്കട്ടെ. ഇനി പാവികൾക്ക് വേണ്ടി മുഴുവൻ ചത്തു എന്ന് വെച്ചോ. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം നമുക്ക് എന്ത് പ്രശ്നം? ഇനി ചത്തില്ലേ? ഇനിയിപ്പോൾ ആർക്ക് എന്തിനാണ് അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം?
പോട്ടെ, ഇനി അത് മാത്രമല്ല, ഈ വിദ്വാനെ കുരിശി അടിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ യൂദാസ് ഇല്ലാതെ ഈ പണി നടക്കുവോളൂ. യൂദാസ് ഒറ്റി കൊടുത്തത്. യൂദാസ് ഇല്ലെന്നുണ്ടെങ്കിൽ യൂദാസിന് പള്ളി എന്ത് ചെയ്യേ? ഈ കുറ്റം മുഴുവൻ ഏൽക്കേണ്ടി വന്നില്ലേ അയാള്? ഉം. ഈ വിദ്വാനെ എല്ലാവരും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റി കൊടുക്കണ്ടേ? അപ്പൊ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട ആരെയാണ്? യൂദാസിന് എന്താണ് പള്ളിയില്ലാത്തേ? യൂദാസ് ഒറ്റി കൊടുത്തവനല്ലേ? ഒറ്റ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ നടക്കുവോ? ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടായിരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു വന്ന് ചത്തു എന്നാണല്ലോ കഥ. ആ ചാകണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഒറ്റ കൊടുക്കണ്ടേ? ഒറ്റ കൊടുത്തവനല്ലേ ഈ കുറ്റം മുഴുവൻ ഏറ്റിരിക്കുന്നത്? അവനെയല്ലേ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത്? ഇയാൾ പറ. അപ്പൊ കഥ ഉണ്ടാക്കുമ്പോൾ ചൊവ്വനേരം ഉണ്ടാക്കാനും കൂടെ അറിഞ്ഞുകൂടാത്ത കഥയും കൂടെ ആണെന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുസ്തകമൊക്കെ ഇതുപോലത്തെ പുസ്തകങ്ങളല്ലേ ഇന്ത്യയിലുണ്ടായ എല്ലാ ദൈവം അവതരിച്ച സകല ദൈവം ആളുകളെ കൊല്ലാനാണ് ഉണ്ടായത്. വെട്ടുകത്തി മഴുവാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം കൂടെ. അമ്പും മില്ലും. സ്നേഹിക്കാൻ ഒരു ദൈവത്തിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലാത്തതാണ് ഈ ഇന്ത്യക്കാരൻ. ഒറ്റ ദൈവം കൊണ്ടുവിടും സ്നേഹിക്കാനായിട്ട് ഇവിടെ ഇന്ത്യക്കാരനുണ്ടാക്കി. ഒന്നുമില്ല, യേശുക്രിസ്തുവൊക്കെ അയലത്തുകാരനെ സ്നേഹിക്കാനെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ കുരങ്ങന്മാരുടെ ഈ 10 അവതാരം എന്തോ ഇതിന് കൊള്ളൂ. താനൊന്ന് ആലോചിക്കും. കുത്തിപ്പോക്കാനും വെട്ടിക്കൊല്ലാനും കുടലുമാല വലിച്ചു കീറി തിന്നാനും എന്തൊരു പ്രാകൃത ദൈവങ്ങളെയാണ് ഇവനൊക്കെ കണ്ടുപിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10 ഒരെണ്ണം 2 ആണെങ്കിൽ പോട്ടെ, തെറ്റി. ഇത് 10 എണ്ണവും കൊല്ലാനുണ്ടായി. ഒരുത്തൻ മാത്രമാണ് കലപ്പയും കൊണ്ട് നടക്കുന്നത്. അവനെ ആണെങ്കിൽ ആരും ആരാധിക്കുന്നില്ല. ബാലരാമൻ എന്ന് പറഞ്ഞൊരു ഒരുത്തനുണ്ട്. അവനെ ആരും തിരിഞ്ഞു പോലും നോക്കുക. കലപ്പയുള്ളവനെ വേണ്ട. ചക്രായുധം അത് വേണം. കൊലയാളി ദൈവങ്ങളെ മാത്രം ഉണ്ടാക്കിയ നാടാണ് ഈ ഇന്ത്യക്കാരുടെ.